അദ്ദേഹം നമ്മുടെ അവാർഡ് ജൂറിയുടെ ചെയർമാൻ ഡോക്ടർ രവികാന്ത് IAS ആണ്. നമ്മുടെ കണ്ണൂർ കളക്ടറായിരുന്ന ആളാണ്. അദ്ദേഹം നമ്മുടെ HRDSൻ്റെ OSD സജി കരുണാകരനും നേരിട്ട് അദ്ദേഹത്തെ പോയി 2 ആഴ്ച മുമ്പ് കണ്ടതാണ്. അന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കൂടെ അവാർഡ് സ്വീകരിക്കുന്നവരുടെ ഒരു ലിസ്റ്റ് ഉണ്ടല്ലോ, അതൊന്ന് കൊടുക്കണമെന്ന് പറഞ്ഞു. അത് നമ്മൾ അടുത്ത ദിവസം കൊണ്ട് കൊടുക്കുകയും ചെയ്തു. അന്നൊക്കെ അദ്ദേഹം വരുമെന്ന് തന്നെയാണ് പറഞ്ഞത്. തരൂരിൻ്റെ ഓഫീസ് വ്യക്തമാകുന്നത് അദ്ദേഹത്തെ കൂടിയാലോചിക്കാതെ അറിയിക്കാതെയാണ് ഈ അവാർഡ് പ്രഖ്യാപിച്ചതെന്നുള്ളതാണ്. ഓഫീസിലിരിക്കുന്നവരെന്താ അങ്ങനെ പറയുന്നത് മനസ്സിലാകുന്നില്ല. ഞങ്ങളെല്ലാവരും ഇത് രവികാന്ത് സാറ് നേരിട്ട് പോയി അദ്ദേഹത്തെ കണ്ടാണ്. ഒരു മാസം മുമ്പാണ് നമ്മൾ ഇദ്ദേഹത്തിന് കത്തൊക്കെ കൊടുത്തത്. ഇത് കഴിഞ്ഞ 1 മാസമായിട്ട് നടക്കുന്ന ഒരു പരിപാടിയാണിത്. കാരണം ഈ ഇത്രയും രത്നസിംഗ്ജിയെ പോലുള്ള ആളുകൾ പങ്കെടുക്കണം, അതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കോൺഗ്രസിൻ്റെ സൈഡിൽ നിന്ന് വലിയ സമ്മർദ്ദം അദ്ദേഹത്തിന് നേരെ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കണം അദ്ദേഹം ഭയന്ന് പിന്മാറുന്നതാണോ എന്നറിയില്ല. പക്ഷേ അദ്ദേഹത്തെ പോലെ ഒരു ലോകം മുഴുവൻ ആരാധിക്കുന്ന ഇത്ര അതിപ്രശസ്തനായ ഒരാൾ കോൺഗ്രസിൻ്റെ ഒരു എതിർപ്പിനെ എന്തുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നതെന്ന് മനസ്സിലാകുന്നില്ല.